എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാല പദ്ധതിയിൽ ജെഡിഎസിൽ ഭിന്നത. സർക്കാരിന് പിന്തുണയുമായി മന്ത്രി കെ കൃഷ്ണൻകുട്ടി രംഗത്ത് വന്നു. വിവാദങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്നും മന്ത്രിസഭയിൽ എല്ലാം ചർച്ച ചെയ്തിരുന്നെന്നുമാണ് കെ കൃഷ്ണൻകുട്ടിയുടെ വിശദീകരണം. ഇല്ല, അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണല്ലോ ഇത് ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത്. സമ്പത്ത് മുഴുവൻ അവിടേക്കല്ലേ പോകുന്നത്. നമ്മളുടെ ഇവിടെ വ്യവസായമൊക്കെ ഒന്ന് വരണ്ടേ? ആ രീതിയിലാണ് അത് പറഞ്ഞത്. ചർച്ച ചെയ്ത് തീർക്കും. ചർച്ച ചെയ്ത തെറ്റിദ്ധാരണകളൊക്കെ മാറ്റാൻ സാധിക്കുന്നതാണ് എനിക്ക് അനുഭവത്തിൻ്റെ ഉള്ളിലൊരു വിശ്വാസം. പ്രശ്നമില്ലാതെ ജനങ്ങൾക്ക് ദോഷമില്ലാത്ത രീതിയിൽ അത് ചെയ്യുകയുള്ളൂ. ജനങ്ങൾക്കൊരു വർഷം വരുമ്പോൾ ചെയ്യില്ല ഒരിക്കലും. അവിടുത്തെ ലോക്കലുള്ളതല്ലേ CPIക്ക് അല്ലേ, അവർക്ക് എന്താ പറയുക, ഗ്രൗണ്ട് വാട്ടർ എടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് പ്രശ്നമുള്ളത്. അതല്ല, ഗ്രൗണ്ട് വാട്ടർ എടുക്കുന്നു എന്നുള്ളതാണ്. ഗ്രൗണ്ട് വാട്ടർ എടുക്കുന്നില്ല എന്ന് തദ്ദേശഭരണ വകുപ്പ് തന്നെ പറഞ്ഞു കഴിഞ്ഞു. മന്ത്രിസഭാ യോഗത്തിൽ പദ്ധതിയെ അനുകൂലിച്ച കെ കൃഷ്ണൻകുട്ടിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് JDS ജില്ലാ അധ്യക്ഷന്മാർ സംസ്ഥാന അധ്യക്ഷന് കത്ത് നൽകിയിരുന്നു. MG പ്രതീഷ് വിവരങ്ങളുമായുണ്ട്. പ്രതീഷ്, ഈ ബ്രൂവറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടതുമുന്നണിക്കകത്തൊരു അഭിപ്രായ ഐക്യം ഉണ്ടായിരുന്നില്ല എന്ന് വ്യക്തമാക്കുന്നതാണല്ലോ ഈ വരുന്ന വിവരങ്ങളൊക്കെ. ഇപ്പോൾ CPIക്ക് എതിർപ്പുണ്ട്. മന്ത്രിമാർ എതിർപ്പ് അറിയിക്കാത്തതിൽ, അതായത് മന്ത്രിസഭാ യോഗം ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ CPI മന്ത്രിമാർ എതിർപ്പ് അറിയിക്കാത്തതിലുള്ള അതൃപ്തി CPIയുടെ സംസ്ഥാന നേതൃത്വത്തിനുണ്ട്. JDSനകത്തും മറ്റൊരു തരത്തിൽ, അതായത് JDSന്റെ മന്ത്രി ഈ പദ്ധതിയെ അംഗീകരിക്കുന്നു, പക്ഷേ പാർട്ടിക്ക് ഈ പദ്ധതിയോട് താല്പര്യമില്ല, വിയോജിപ്പ് എന്ന നിലയിൽ ഒരു വലിയ ഭിന്നത രൂപപ്പെട്ടിരിക്കുകയാണല്ലോ. വിവരങ്ങൾ എന്താണ്? ഗോപികൃഷ്ണൻ, തീർച്ചയായും. കാരണം JDSലെ തന്നെ ഒരു വിഭാഗം ഇതിനെതിരെ, മന്ത്രിയുടെ നിലപാടിനെതിരെ എതിർപ്പുന്നയിക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് പരസ്യമായി ഈ മദ്യനിർമ്മാണശാലയ്ക്ക് പിന്തുണയുമായി മന്ത്രി കെ കൃഷ്ണൻകുട്ടി രംഗത്തെത്തിയിരിക്കുന്നത്. കൃത്യമായി നേരത്തെ വ്യവസായ മന്ത്രി ഉൾപ്പെടെ പറഞ്ഞ അതേ ന്യായം തന്നെയാണ് ഇന്ന് കൃഷ്ണൻകുട്ടിയും പറഞ്ഞത്. കാരണം ഇത് ഭൂഗർഭജലം എടുക്കില്ല എന്ന് കൃത്യമായി ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല, വിവാദങ്ങൾ അടിസ്ഥാനമില്ലാത്തതാണ് എന്നതാണ് കൃഷ്ണൻകുട്ടി ഇന്ന് പ്രതികരിച്ചിട്ടുള്ള കാര്യം. ഈ CPI നേതാക്കളുടെ എതിർപ്പുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മന്ത്രി പറഞ്ഞ മറുപടി, അത് തെറ്റിദ്ധാരണ മൂലമാണ് അത്തരത്തിൽ ഒരു എതിർപ്പ് ഉണ്ടാകുന്നത് എന്നതാണ്. ഈ ഭൂഗർഭജലം എടുക്കില്ല എന്നുള്ള കാര്യം CPI നേതാക്കൾ അറിഞ്ഞു കാണില്ല എന്നും മന്ത്രി കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ യാതൊരു ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല. പ്രാദേശികമായി മാത്രം നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങൾ മാത്രമാണ് ഇക്കാര്യത്തിലുള്ളത്. ഈ വ്യവസായ സ്ഥാപനങ്ങൾ വരുമ്പോൾ ഇത്തരം എതിർപ്പുകൾ ഉണ്ടായാൽ സംസ്ഥാനത്ത് ഒരു വികസനവും നടക്കില്ല എന്നുകൂടി മന്ത്രി ഇതിനോടകം കൂട്ടിച്ചേർക്കുന്നുണ്ട്. പക്ഷേ മന്ത്രിയുടെ ഈ നിലപാടിനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ എതിർപ്പ് ഉണ്ട് എന്ന് നമുക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഒരു വിഭാഗം പാർട്ടി സംസ്ഥാന അധ്യക്ഷന് കത്ത് നൽകിയിരിക്കുന്നത്. ഇതിൽ ഇനി പാർട്ടി ഔദ്യോഗികമായി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് നമുക്ക് അറിയേണ്ടത്. പ്രതീഷ്, ഇവിടെ ക്യാബിനറ്റ് നോട്ട് പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടിരുന്നു. അതിൽ മറ്റു വകുപ്പുകളുമായി ഒരു കൂടിയാലോചന ഉണ്ടാകാതെ എടുത്ത തീരുമാനം എന്ന നിലയിലാണ് കാര്യങ്ങൾ പുറത്തു വരുന്നത്. അപ്പോൾ പിന്നെ കെ കൃഷ്ണൻകുട്ടി ഈ മന്ത്രിസഭാ യോഗത്തിൽ ഒരു അഭിപ്രായ ഐക്യം ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? ഗോപികൃഷ്ണൻ, അത്തരത്തിലൊരു ചോദ്യം മന്ത്രിയോട് തന്നെ ചോദിക്കുമ്പോൾ ഇക്കാര്യം മന്ത്രിസഭാ യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്തു എന്നതാണ് പറയുന്ന കാര്യം. മാത്രമല്ല, ഒരു വ്യവസായ സ്ഥാപനം വരുമ്പോൾ അതിൽ തീരുമാനമെടുക്കേണ്ടത് വ്യവസായ വകുപ്പാണ്. അത് എല്ലാ കാര്യവും അത്തരത്തിൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു വിശദീകരണം മാത്രമാണ് നിലവിൽ ഈ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അപ്പോഴും ഇത്തരത്തിൽ ഈ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യുമ്പോഴും അതിൽ പാർട്ടിക്കുള്ളിൽ ഉണ്ടാകുന്ന എതിർപ്പ് അല്ലെങ്കിൽ പാർട്ടിയിലെ അണികൾക്കുണ്ടാകുന്ന എതിർപ്പ് മന്ത്രി പ്രകടമാക്കിയിട്ടില്ല എന്നുള്ള ഒരു ആക്ഷേപം, ഒരു പരാതി. അതിൽ കെ കൃഷ്ണൻകുട്ടി പറയുന്നത് മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ആരുടെയും എതിർപ്പിന്റെ ശബ്ദം ഉണ്ടായിരുന്നില്ല അവിടെ എന്നാണല്ലോ, അല്ലേ? തീർച്ചയായും. ഇക്കാര്യത്തിൽ വിശദമായ ചർച്ച മന്ത്രിസഭാ യോഗത്തിൽ നടന്നിട്ടുണ്ട്. അത്തരത്തിലൊരു എതിർപ്പ് മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ ഒരു വിശദീകരണം ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി നടത്തിയിരുന്നു. അതിൽ ഈ ഭൂഗർഭജലം എടുക്കില്ല എന്നുള്ള വിശദീകരണം അല്ലെങ്കിൽ അത്തരത്തിലൊരു ഉറപ്പാണ് നൽകിയത്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയെ എതിർക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു വിശദീകരണം അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രതികരണമാണ് നിലവിൽ മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. മറ്റുള്ള ഇപ്പോൾ നിലനിൽക്കുന്ന എതിർപ്പുകളെല്ലാം പ്രാദേശികമായ എതിർപ്പുകളാണ്. ഈ പ്രതിപക്ഷം ഉന്നയിക്കുന്നത് അല്ലെങ്കിൽ ഏതൊരു പദ്ധതി വന്നാലും അതിനെ എതിർക്കുന്ന ഒരു നിലപാട് പ്രതിപക്ഷത്തിന് നേരത്തെ ഉള്ളതാണെന്ന് കൂടി മന്ത്രി ഇതിനൊപ്പം പറഞ്ഞു വെക്കുന്നുണ്ട്. ഗോപികൃഷ്ണൻ.
ശരി, എം ജി പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. CPI ഈ പദ്ധതിയോട് എതിർപ്പ് പ്രകടിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ JDS-നകത്ത് ഈ വിഷയത്തിൽ ഭിന്നതയുണ്ടായിരിക്കുന്നു. കെ കൃഷ്ണൻകുട്ടി മന്ത്രി എന്ന നിലയിൽ ഈ പദ്ധതിയെ അനുകൂലിക്കുമ്പോൾ ജില്ലാ നേതൃത്വം ഇതിൽ എതിർപ്പ് അറിയിച്ചുകൊണ്ട് സംസ്ഥാന നേതൃത്വത്തിന് അവരുടെ വിയോജിപ്പുകൾ അറിയിച്ചുകൊണ്ടുള്ള കത്തുകൾ നൽകിയിരിക്കുന്നു. JDS-നകത്തും ഈ വിഷയത്തിൽ ഭിന്നത നിലനിൽക്കുന്നു എന്ന് പ്രകടമാവുകയാണ് നിലവിലെ സാഹചര്യത്തിൽ. MG പ്രതീഷ് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.